ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും ഞാനിതെന്താ കുത്തിയിരുന്ന് എഴുതുന്നതെന്നല്ലേ? മറ്റൊന്നുമല്ല, കത്തെഴുതുക. സാധാരണ ഈ കത്തെഴുതുന്നതൊക്കെ വളരെ ഓൾഡൻ ഡേയ്സിലല്ലേ നമ്മൾ കാണാറ്. ഇപ്പോൾ എല്ലാം വാട്സപ്പും ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കൊക്കെ. അപ്പോൾ ഐ ഫെൽറ്റ് ശരി ഒരു ലെറ്റർ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എഴുതാമെന്ന്. അങ്ങനെ ഞാൻ അതിരാവിലെ കുത്തിയിരുന്ന് എഴുതിയതാണ് ഈ ലെറ്റർ. അപ്പോൾ അതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മോളുടെ കുറച്ച് ആക്സസറീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ടേപ്പൊക്കെ ഒട്ടിച്ച് ഞാൻ നല്ല ഭംഗിയായിട്ടാണ് ഞാൻ വിചാരിച്ചു ഓരോ ദിവസവും ഓരോരുത്തർക്കും ഓരോ ലെറ്റർ കൊടുക്കാമെന്ന്. അങ്ങനെ ആ ലെറ്ററൊക്കെ ആയിട്ട് ഞാൻ അവരുടെ ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പം ഞാൻ ഈ ലെറ്റർ കൊടുക്കുന്നത് സൗമ്യയ്ക്കാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ അടിയിലും ഒരു ലെറ്റർ കിട്ടി. നോക്കുമ്പോൾ അതാരാ? കൃഷ്ണേന്ദു വന്നു കേട്ടോ. പിന്നെ ഞാൻ പ്രഭ മാഡത്തിന് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്റർ വായിക്കുമ്പം അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും ആൻഡ് നമ്മളാ എഴുതുന്ന ഇതിലേക്കൊക്കെ ആ മെമ്മറീസിലേക്ക് പോകുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണല്ലേ. റാദർ ദാൻ നമ്മളൊരു വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അയക്കുമ്പം ആ ഒരു ടച്ച് വരില്ല. അപ്പം അങ്ങനെ ഒരു ഈ തോട്ട് എനിക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ജോൺ എന്ന് പറയുന്ന കുട്ടി എൻ്റെ മോന് ഒരു ലെറ്റർ എഴുതിയപ്പോഴാണ് ഐ ഗോട്ട് ദിസ് ഐഡിയ ആൻഡ് ഐ ടോൾഡ് മൈ ഫ്രണ്ട്സ് ലെറ്റ്സ് ഡൂ ദിസ് എന്നുള്ള രീതിയിൽ. അങ്ങനെ സൗമ്യ അവിടെ ലെറ്റർ എടുത്തിരിക്കുകയാണ്. അവളുടെ മാത്രമാണ് ഞാൻ ഇത്ര ഭംഗിയായിട്ട് സമയം എടുത്തത്. ബിക്കോസ് ഞാൻ വീട്ടിൽ നിന്നാണ് എഴുതിയത്. വേറെ ഉള്ളവർക്കൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് തന്നെ എഴുതിയതാണ്. അപ്പോൾ സൗമ്യയും ആ ലെറ്ററൊക്കെ വായിക്കാൻ തുടങ്ങി. പ്രഭ മാഡത്തിൻ്റെ മുഖത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആ മാറ്റം ഐ നോ ദാറ്റ് ഇമോഷണലായിട്ട് ഞാൻ കുറച്ചൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരിയുടെ കണ്ണ് നിറഞ്ഞായിരുന്നു ആ ഇത് വായിക്കുമ്പോൾ. അതേപോലെ നമ്മുടെ സൗമ്യ പുറകിൽ നമുക്ക് ശ്രദ്ധിക്കാൻ, സൗമ്യ ഓരോന്ന് വായിക്കുമ്പോഴും പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ പോകെ പിന്നെ അവർ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. പ്രഭ മാഡത്തിൻ്റെ ആ ചിരിയൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളും എല്ലാം കൂട്ടുകാർക്ക് ലെറ്റർ എഴുതണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും രസം. ഇറ്റ് ഫീൽസ് എന്തോ ഒരു നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും കേട്ടോ. അങ്ങനെ അടുത്തിരിക്കുന്ന സ്റ്റാഫ് ചോദിച്ചാൽ എന്തിനാ മാഡം ഇങ്ങനെ വല്ലാതെ ഇമോഷണൽ ആവുന്നത്? പറഞ്ഞ് ഒന്നുമില്ല, ഇവളൊരു ലെറ്റർ തന്നതാ, ഓർമ്മകളൊക്കെ വന്നു എന്ന്. നമ്മുടെ സൗമ്യ അതിൽ മുഴുകിയിരിക്കുകയാണ് ഫുള്ളി. പക്ഷെ പുള്ളിക്കാരിയും ആകെ ഇമോഷണലായി. ലെറ്ററിന് ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ കുറച്ച് ലെറ്ററൊക്കെ എഴുതി എൻ്റെ അച്ഛനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തത്. അവർ ഇതുപോലൊക്കെ തന്നെയാണ്. സോ ദാൻ വാട്സാപ്പ് മെസ്സേജ് ഇതൊക്കെ ഇത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരുപാട് ആഴത്തിൽ ഇറക്കുന്ന ഒരു സംഭവമാണ് ഈ ലെറ്റർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഈ 2 ഫ്രണ്ട്സ് സൗമ്യ ഇതാ കണ്ടില്ലേ വിങ്ങി പൊട്ടുകയാണ് അത് വായിച്ച്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വേറെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് അത് ഭയങ്കര കോമഡി ആട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഞാനൊരു കത്ത് കൊടുത്തിന് ഇങ്ങനെ ചിരിക്കണോ? അറിയാറില്ല ലാഫിങ്. സാധാരണ എല്ലാവരും ഇതിൽ ഇമോഷണൽ. ദിസ് ലേഡി ഈസ് ലാഫിങ് ലൈക്ക് ഹെൽ. I see the reaction of full time motor മാതിരി ആയിരിക്കും എന്നറിയില്ല. next week okay. Still I'm welcoming everyone with greetings. That's where it endadu. What is this? Tell me. Striked. Somebody told something. Such a positive what is this? I'm gonna kill her. She's spoiler. What is it? You come here English teacher. What is this? ഇവക്ക് ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ മലയാളത്തിൽ എഴുതി കൊടുക്കുമായിരുന്നു. Positive vibe. Guys, it's okay. 1 minute. Don't spoil it. First like that with a lot of stories like supernatural stories about soul, etc. Exactly. Then each time you come and ask suggestions, true, and we always get connected. The wavelength or
frequency was matching. Frequency 50 hertz. Later you are going for maternity, but that it was like just like it, just like that. And you came back and we started doing reels together, and actually that all was our beautiful memories. The lunch break was our ultimate time where we spent our thoughts, debates, challenges. Then we spent our all conversation to start a YouTube channel, and later on, that made me to restart my channel. Here today and mine falls on your birthday and mine falls on the same month. Might be that's why the connection was stronger. I wish all your dreams come true. Thank you. And let's meet once in a month. Alternate, at least. I know in all friendship it's like that. But at least let's meet till one more. Ento idu. Keep smiling always and spread happiness to all those who are around you. We'll miss you. Love you. Oh, thank you. Oh my god, so big. I am worried what I should write. Thank you. Hi, Blessy. We became close in very short span. We need not require years to get closer to a person. The connection was very fast because our vibe matched. I like the company. It gave me more happier. I have enjoyed that NAC with us. Yes. We made you to have and do all. Yes. Crazy. Crazy. You do all crazy things. Letter for you. Yeah, thank you. Oh my god. The one word answer was one word answer. Oh my god. This is my personal letter. I want to Enjoy the tea. Yeah, I'll go to home and I will see this and I will. Then you will ask me, Harsha, what is that? Yeah, what is that? You should not ask. Read it if you want. No. She is in training. Okay. അങ്ങനെ ലെറ്റർ എല്ലാവർക്കും കൊടുത്ത് തിരിച്ച് സീറ്റ് വന്നിരിപ്പോൾ ദാ ഇവിടെ ഇരിക്കുന്നു അനദർ ലെറ്റർ. എല്ലാവരുടെയും ഒരു സ്ഥിരം പരിപാടി എൻ്റെ ലാപ്ടോപ്പിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുന്നത്. അല്ലാതെ ഞാൻ ഈ സ്ഥലം വിട്ട് എവിടെയും പോകാറില്ല. അങ്ങനെ ലെറ്റർ കൊടുക്കാൻ പോയ തക്കത്തിലാണ് എനിക്ക് ഈ ലെറ്റർ കിട്ടിയത്. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞപ്പോൾ ദാ അടുത്ത ലെറ്റർ. ഇതൊരു സ്ഥിരം പരിപാടിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ലെറ്ററും ഇതാരാ അവരൊക്കെ പേരെഴുതി വെച്ചിട്ടില്ല ഗൈസ്. ഞാൻ പിന്നെ നേരിട്ട് പോയി കൊടുക്കുകയാണ്. അങ്ങനെ അതാ ഇവിടുന്ന് ഒരു ലെറ്റർ കിട്ടി കേട്ടോ. ഇത് ഏതോ എച്ചിയാണെന്ന് തോന്നുന്നു. വൺ സൈഡ് ഷീറ്റിലൊക്കെ എഴുതി തന്നിരിക്കുന്നത് ബ്ലോസമോ. അങ്ങനെ ഒരു കൂട്ടുകാരി എനിക്കില്ലല്ലോ ബ്ലോസം. ഓ പുള്ളിക്കാരിയാണ്. നമ്മുടെ ബ്ലെസ്സി ബ്ലോസമാണ് ഇത് എഴുതി തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രോയിലും ഒരു ലെറ്റർ കിട്ടിയിരിക്കുന്നു. വാഹ്, ഇത് നല്ല ബ്യൂട്ടിഫുൾ കളറായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് അവർ നന്നായിട്ട് പാക്ക് ചെയ്തു. പോരാത്തതിന് ഒരു കിറ്റ് കാറ്റും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിത്. അപ്പോൾ ഇതാരാ തന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാനിത് പൊളിച്ചു നോക്കുകയാണ്, ഇതാരാണ് ഇതിൻ്റെ ഉടമയെന്നുള്ളത്. അപ്പോൾ എനിക്കിത് ആക്ച്വലി സ്പോയിൽ ചെയ്യണമെന്നില്ല, കീറി പറിക്കണമെന്നൊന്നുമില്ല. പതുക്കെ ഞാനത് എടുത്തു. അങ്ങനെ ആ ലെറ്ററൊക്കെ ഞാൻ നോക്കി. ഓ ഇത് നമ്മുടെ സുപ്രിയ.
കുറേ ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരി ലെറ്റർ എഴുതി. എന്ത് സന്തോഷമല്ലേ, ഓരോരുത്തർ അവരുടെ ടൈം എടുത്ത് ആ ലെറ്ററൊക്കെ എഴുതി. കുറേ അപ്പോഴായിരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാൻ തോന്നുന്നത്, കുറേ ഡിസൈനിങ്, നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ഇറ്റ് കംസ് ഔട്ട് അല്ലേ. ആൻഡ് ഐ ഫെൽറ്റ് വെരി ഹാപ്പി. അപ്പോൾ ഇതെഴുതിയത് മറ്റാരുമല്ല, നമ്മുടെ സുപ്രിയ ചേച്ചിയാണ്. താങ്ക് യു സുപ്രിയ. Okay. It should be money. Money? Yeah, wow. All these days we expected for a letter. Now we don't know because of the weight we are feeling. Actually Christmas season, no? Ah. Not expect. Letter. ಎಷ್ಟೊಂದು ಇದು. Then there is something fishy here. Papa madam is more curious whether it is money or letter. Letter. Who is that? Yes. Who is that? Oh. Letter? Letter. Wow. Come on. Blessy it is. The handwriting is definitely Ranjita's. Harsha Ranjita. Oh. Very nice. Actually, Wait. we didn't Oh, expect, na? Sure. Actually, we never Expected this, her to write so beautifully. Yes, she has done very nice. Nice words are used. Yeah. Hi, madam. Simply, I just visited. I just wanted to see my Ranjita. Yeah. Take. This is a post for you. Let's open. Can I open? Yeah. Yes. Then it is for you. Then why you have to open? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്ററൊക്കെ കൊടുത്ത് ഞങ്ങൾ ആകെ മൊത്തം ഹാപ്പി ആയി കേട്ടോ. അപ്പം നിങ്ങളിതുപോലെ ഫ്രണ്ട്സിനൊക്കെ ലെറ്ററൊക്കെ കൊടുത്ത് അവരുടെ ഇമോഷൻസൊക്കെ കണ്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു ബ്യൂട്ടിഫുൾ വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.